ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വാഗമൺ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ഒരു ശകലം പണി ചേട്ടായിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ രാവിലെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. എൻ്റെ ഷോൾഡർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. പക്ഷേ ആദ്യപ്പൊന്ന് നനയുന്നൊന്നുമില്ല, അവനെ നന്നായിട്ട് പൊതിഞ്ഞാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് അവൻ നനയുന്നൊന്നുമില്ല, അവൻ നല്ല ഉറക്കമാണ്. നമ്മൾ പിന്നെ നേരെ താഴെ വീടിൻ്റെ താഴെ എത്തി. ഞാൻ എപ്പോൾ വീട്ടിലോട്ട് കയറിപ്പോയാൽ ഈ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അതാണ് താഴെ കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു ജീൻസും ടോപ്പും ഇട്ട്, ജീൻസും ടീഷർട്ടും ഇട്ടത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒത്തിരി കാലത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടുന്നതാണ് കേട്ടോ. അത് വേറെ എന്നോട് ഇടണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഇടാൻ തോന്നിയിട്ടില്ല. പിന്നെ ഇടാൻ തോന്നിയപ്പോൾ ഞാൻ ഇട്ടു. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും കിട്ടുന്ന നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ആരെന്ത് പറയുന്നതെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങളിടുക. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിരാജാവ് വീടിന് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, അച്ചുക്കൂട്ടനുണ്ടായിരുന്നു. പിന്നെന്താ, അവിടെ ചെന്നിട്ട് ഇനി നേരെ പോകുന്നത് അമ്മയുടെ അടുത്തോട്ട്. അമ്മ അവിടെ ഞങ്ങൾക്ക് സുട ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഞാൻ വാഗമണിലെത്തിയപ്പോഴേ ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ 3 കാപ്പിയൊക്കെ ഇട്ട് വെച്ച് ഇത് ദോശയൊക്കെ ചുട്ട് വെക്ക് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്കും നല്ല ചൂട് ദോശയൊക്കെ ചുട്ട് വെച്ചുകൊണ്ടിരിക്കുക. അമ്മ ഇങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ഒന്നും പോസ്റ്റ് ചെയ്ത് തരികയല്ല കേട്ടോ. അത് വന്നതുകൊണ്ട് വലിയ ആട്ട് കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം നല്ല ആട്ട് കിട്ടും. ഇനിയിപ്പോൾ നേരെ പോയി റൂമിലോട്ട് പോവുക. ഇതാണ് എൻ്റെ റൂമല്ല, ഞങ്ങൾ 3 പെൺമക്കളുള്ളതല്ലേ, ആരാണോ വരുന്നത് അവരുടെയാണ് ആ റൂം. അപ്പം നമ്മൾ ഈ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമ്മുടെ വീടും നമ്മുടെ മെത്തയും നമ്മുടെ ബാത്റൂമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ റൂമിലൊക്കെ കയറി കഴിഞ്ഞ് നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇടാനായിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുപോകാറില്ല. അവിടെ ചെന്ന് അമ്മയുടെ നൈറ്റി എടുത്തിടുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഫീലുണ്ട് എൻ്റെ പൊന്നടാ, നല്ല രസമാണ്. പിന്നെ തത്തക്കം ഒക്കെ പാടി അതിലേ അങ്ങ് നടക്കുക. പിന്നെ രണ്ടാമത് അടുക്കളയിൽ പോയപ്പോൾ അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ പണി ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോയി. അടുക്കള വശത്തും ഒക്കെ ഇത് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആട്, പശു, പട്ടി, കോഴി എല്ലാ സാധനങ്ങളും നമ്മുടെ മുറ്റത്തോട്ട് വരും. അത് കഴിഞ്ഞിട്ടുള്ള ടാസ്ക് ഇതായിരുന്നു. അവിടെ ചെന്ന് ഒരു മണിക്കൂറത്തേക്ക് ആദ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡേ കെയറിലൊക്കെ കൊണ്ടുവിട്ടു, അംഗൻവാടിയിലൊക്കെ കൊണ്ടുവിട്ടു. അവന് ഭയങ്കര പേടിയാണ്, ഞങ്ങൾ ഇട്ടിട്ട് എങ്ങോട്ടോ പോവുകയെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ ഡേ കെയറിൽ വിട്ട കുഞ്ഞിനെ ഇച്ചിരി ഒരു പേടി തട്ടിയത് എനിക്കത് എപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് ഞാനൊരു ജോലിക്ക് പോകാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് പണി പാളി ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ പൂച്ചയൊക്കെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് ഒരു സമാധാനത്തിൽ അങ്ങ് ഇറങ്ങി. പിന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ, അമ്മ നിൽക്കുന്നില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മൾ മറയ്ക്കാൻ പോകുന്നത്. ആ ഒരു ഭാഗവും ഞാൻ ആദ്യം കാണിച്ച ആ പൈപ്പിൻ്റെ ആ ഒരു ഏരിയയുമാണ് മറയ്ക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പം മഴക്കാലമല്ലേ, അപ്പം ഈ സിറ്റൗട്ടിലായിരിക്കും ആ പരിസരത്തുള്ള പട്ടി, പൂച്ച, സാധനങ്ങളെല്ലാം ഇനി സിറ്റൗട്ടിലായിരിക്കും. ഈ ഒരു ഭാഗവും മറയ്ക്കും. കാരണം അതെല്ലാം സിറ്റൗട്ടിൽ വന്ന് കയറി കിടക്കും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ, അപ്പം ഈ ചിലപ്പോൾ ചൊറി പിടിച്ച പട്ടിയൊക്കെ വന്ന് കിടക്കും. പിന്നെ നേരെ അകത്തോട്ട് പോയി ആദിപൂനിന് ഫുഡ് കൊടുക്കാണ് കേട്ടോ. ദോശയാണ് കൊടുക്കുന്നത്. അവനാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തെങ്കിലും കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അങ്ങനെ ഭക്ഷണം കഴിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം ഓടി നടക്കുകയുള്ളൂ. അപ്പോൾ ആദിപൂനിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പം കാർട്ടൂൺ എന്തെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ അവന് എന്നാ കൊടുത്താലും അവൻ കഴിക്കും. അല്ലാത്ത സമയത്താണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കണം, എന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് അവനും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി പണിയൊക്കെ നോക്കാൻ വേണ്ടി പോയി. അപ്പം ചേട്ടായി ഒരുവിധം പണിയൊക്കെ തീർത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യപ്പോൾ ഇച്ചിരി കുസൃതിയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ 2 പേരും ഒക്കെ ഉള്ളപ്പോൾ അവൻ ഭയങ്കര വിളച്ചില്ല. അവന് എന്നാ അച്ഛ അയ്യോ ചേട്ടായി പണിയാൻ അവൻ സമ്മതിച്ചിട്ടില്ല. കുറേ നേരത്തേക്കൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പം
കാപ്പൂടി എല്ലാം കഴിഞ്ഞ് ചേട്ടായി പണിയാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതെ ആ സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അച്ഛ ഇവിടെ വന്ന് ഇരിക്കുക, ഇവിടെ വന്ന് ഇരുന്നാൽ മതി, അച്ഛ പണിയാനൊന്നും പോകണ്ടെന്നുള്ള രീതിക്ക് ഇവിടെ വന്ന് ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുക്കുട്ടൻ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ചേട്ടായി ബാക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രെയിമും കാര്യങ്ങളെല്ലാം അടിച്ചു, ബാക്കി പണികൾ ചെയ്യുകയാണ്. ഈ ഒരു കാര്യത്തിൽ വെൽഡിങ്ങിന് പുലിയാണ് എൻ്റെ കെട്ടിയത്, അതായത് അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഡോറ് വെക്കാനായിട്ട് നമ്മൾ ചെയ്തതായിരുന്നു, പക്ഷെ അത് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ലെവലിന് തന്നെ ചെയ്തു, എല്ലാം എന്താ പറയുന്നത്, എല്ലാം ഒരേ രീതിക്ക് ചെയ്തു. അപ്പോൾ ഇത് മുറിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നീട് ഞാൻ ആ കാര്യങ്ങളെല്ലാം നോക്കി. നമുക്ക് ഈ വെൽഡിങ്ങിൻ്റെ ഇത് നമുക്ക് കണ്ണാടി ഇല്ലാണ്ട് ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അകത്ത് പോയി കിടന്നപ്പോഴത്തേക്ക് അമ്മ കുറച്ചൊരു നുറുക്ക് പണി തന്നു. നമുക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കൂട്ട് കുഞ്ഞു നുറുക്ക് പണികളാണ് കിട്ടാറുള്ളത്. അപ്പം ഉച്ചക്കത്തേക്കുള്ള ബീഫിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു നുറുക്ക് പണി. അപ്പോൾ പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് കളിച്ചും ചീച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പപ്പ താഴെ വന്നിട്ട് വിളിച്ചത്, മക്കളെ ഒന്ന് ഇറങ്ങി ഇങ്ങ് വന്നേന്ന്. ചെന്ന് നോക്കിയപ്പോൾ ദാണ്ട കിടക്കുന്നു കുറേ കവറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയാണ് കേട്ടോ, ഒത്തിരി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പപ്പ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഫീലാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഡോറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു കാര്യത്തിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ചേട്ടായി കൊച്ചിൻ്റെ കൂടെ ഇരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ദേ ഇറങ്ങാൻ നേരത്ത് ആദ്യം നല്ല വഴക്ക്. പിന്നെ അച്ചുക്കൂട്ടനെയും വിളിച്ചുകൊണ്ട് ജോക്കൂട്ടനകത്തോട്ട് പോയി. ദേ പിന്നെ ചേട്ടായിയും അച്ചുക്കൂട്ടൻ ആദിപ്പൊന്നിനെ എടുത്തുകൊണ്ട് അകത്തോട്ട് പോയിട്ടോ. ഇപ്പം പപ്പ എന്നെ ആട്ടി വിടും പപ്പ എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ നോക്കിയതായിരുന്നു. പപ്പ നല്ല ടെൻഷനായിരുന്നു. ഒന്ന് പോകച്ചേ എന്ന് പറഞ്ഞ് നാട്ടി വിട്ടു ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഞാൻ പറഞ്ഞില്ലേ ഒരു ലെവലിനാക്കിയെന്ന്. അപ്പോൾ ഈ ഒരു ഫുള്ള് ഒരേ ലെവലിനാക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെറ്റ് വെച്ച് നമ്മൾ മറക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല പട്ടി പൂച്ച പോലുള്ള ശല്യങ്ങളെല്ലാം കയറി നമ്മൾ സിറ്റൗട്ടിലൊക്കെ കിടക്കും. ഇപ്പോൾ എന്നെ അമ്മ ആട്ടിവിടും. ഇന്ന് എനിക്ക് നല്ല ആട്ടോടാട്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ ഇങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയും കോലം കെട്ടിക്കരുതെന്ന് പറയും. അപ്പോൾ ഞാൻ ആ ആട്ടി വിട്ടത് ലെവലേശം മുഖത്ത് കാണിക്കാതെ നേരെ ഇങ്ങ് ഹാളിലോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അച്ചുക്കൂട്ടനും ജോക്കൂട്ടനും എൻ്റെ ദൈവമേ, ഈ അച്ചുക്കൂട്ടൻ ഭയങ്കര കടിയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര വീരനായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആദ്യം പിന്നെ പണ്ടേ കടിയാണ്, ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഒത്തിരി നേരം കണ്ണേ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കുമെന്ന് പറഞ്ഞു. അതെങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ നോക്കി കേട്ടോ. എൻ്റെ എന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര വിഷയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പം ദേ ഫുഡ് കഴിക്കുകയാണ്. അതിപ്പൊന്നും ചേട്ടായും പപ്പയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞാനും പിന്നെ ആ കൂട്ടത്തിൽ അങ്ങ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയി പണിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയുടെ അടുത്ത് ഭയങ്കര വിഷയമാണ്, അമ്മ വീഡിയോ എടുക്കുക ഇങ്ങനെ ഇതാക്കുക അതൊക്കെ പറഞ്ഞ്. ഞാൻ അല്ലാത്ത പക്ഷേ ഞാനിങ്ങനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി ചുരുട്ടിയൊക്കെ എടുക്കും കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അമ്മയ്ക്കത് ഭയങ്കര നാണമാണ്. പിന്നെ ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യപോലെ നല്ല ഉറക്കമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, എന്നാലും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം നല്ല മഴയും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഫോൺ ഞാൻ അങ്ങനെ യൂസ് ആക്കിയില്ല കേട്ടോ. പിന്നെ ആദ്യപോലെ നല്ല ഉറക്കം, പപ്പയും അച്ചുകൂട്ടനൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലുള്ള വേറെ വീഡിയോസൊക്കെ ചെന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ഏകദേശം വർക്ക് കഴിഞ്ഞത്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ള വർക്ക് ഞാൻ ഇനി വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.